പാകിസ്ഥാനെ നാവികമായി പ്രതിരോധിച്ച ഇന്ത്യയുടെ നാവികസേന അതിനോടകം തന്നെ പാക് മുന്നേറ്റങ്ങളെ ഏതാണ്ട് നിർവീര്യമാക്കിയിരുന്നു. ഇതിൽ അസ്വസ്ഥരായ പാക് നേതൃത്വം 1971 നവംബർ 14 ഖാസിയെ രണ്ടും കൽപ്പിച്ച് ബംഗാൾ ഉൾക്കടലിലേക്ക് അയച്ചു. ചിറ്റഗോങ്ങിലെത്തിയ ഖാസിക്ക് വിക്രാന്ത് ഇന്ത്യയുടെ തീരത്തേക്ക് മാറിയതായി അറിയിപ്പ് ലഭിച്ചു. തുടർന്ന് വിക്രാന്തിനെ ലക്ഷ്യമിട്ട് ഖാസി ചുറ്റിക്കറങ്ങാൻ ആരംഭിച്ചു. പാകിസ്ഥാനിൽ നിന്ന് ഖാസി തിരിച്ചതായി മുൻകൂട്ടിയെറിഞ്ഞ ഇന്ത്യയുടെ വൈസ് അഡ്മിറൽ എൻ കൃഷ്ണൻ വിക്രാന്താണ് ഖാസിയുടെ ലക്ഷ്യമെന്ന് കണക്കുകൂട്ടി. വിക്രാന്തിനെ അനുഗമിച്ചിരുന്ന 4 കപ്പലുകളിൽ ഒന്നിൽ സോണാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് 3 കപ്പലുകളും ഒരേ സമയം വിക്രാന്തിന്റെ 5 മുതൽ 10 വരെ മൈൽ ദൂരത്തിനുള്ളിൽ തുടർച്ചയായി നിലകൊണ്ടില്ലെങ്കിൽ വിക്രാന്തിന്റെ അവസ്ഥ പരുങ്ങലിലാവുമായിരുന്നു. അതേ തുടർന്ന് അദ്ദേഹം മദ്രാസിലായിരുന്ന വിക്രാന്തിനെ വിമാനങ്ങളെല്ലാം മാറ്റിയ ശേഷം ഒരു രഹസ്യ സ്ഥാനത്തേക്ക് നീക്കി. തുടർന്ന് ഖാസിയെ തന്ത്രപരമായി കബളിപ്പിക്കാൻ തീരുമാനിച്ചു. വിക്രാന്ത് മദ്രാസ്, ഹൈദരാബാദ് തുറമുഖങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഉണ്ടാകണമെന്ന് ഖാസിയെ കൊണ്ട് ചിന്തിപ്പിക്കുക എന്നതായിരുന്നു പദ്ധതി.